മൈ ചാനൽ ആഫ്റ്റർ എ ലോട്ട് ഓഫ് ഡേയ്സ്. ഇത് ലെറ്റ്സ് പ്ലേ ആണ്. ഇതൊരു ടൈപ്പ് ബുഷാണ് ഈ ജംഗിളിലൊക്കെ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഒരെണ്ണേ കാണത്തുള്ളൂ അപ്പോഴും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ച് നിങ്ങളെ കാണിക്കാം. കാരണം ഇതെന്ത് വരത്തെ എന്തുകൊണ്ട് ഇതിൻ്റെ വീട് കയറി പോയേക്കോ? ഊളൊക്കെ കണ്ടുപിടിച്ച് ഇതിൻ്റെ മണ്ട കയറി. അപ്പോഴത്തേക്കും സോംബി സെക്ഷനാണ്. അതുകൊണ്ട് ഇതിൻ്റെ മണ്ട കയറി ഞാൻ ഇതങ്ങ് ചെയ്തു. പോട്ടെ, കുറേ മോബ്സൊക്കെ കത്തിക്കറി. നമുക്കത് കാണാം. മൂവി അയ്യോ, ഞാൻ മൂവി വെക്കുമ്പോഴേക്കും ഇങ്ങനെ എല്ലാവരും കളഞ്ഞു. അവിടെ കുറച്ച് മോഡുണ്ട്, അതൊരു ഫൈറ്റ് കളിക്കാം. ഓക്കെ, എൻ്റെ ഒരു ബെഡ് വാർസിൻ്റെ അറിവ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഊളൊക്കെ പെട്ടെന്ന് പൊട്ടിക്കാനുള്ളത് ഇതാണ്. എന്താ പറയുക, അതിൻ്റെ പേരെന്തോ ഷീറാണ്. ഞാൻ വൺ ഷോട്ടോ ഡബിൾ ഷോട്ടോ എന്തോ ഇടുമല്ലേ ഞാൻ ഇത്. സ്ട്രിങ് എടുത്ത് നമുക്ക് ബോണ്ടാക്കാം. ഫിഷിംഗ് റോഡ് ഉണ്ടാക്കാം. ഫിഷിംഗ് റോഡിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഫംഗസ് നെതറിലുള്ള 2 ഫംഗസ് വെച്ചിട്ടുള്ള ഫിഷിംഗ് റോഡ്. ഓക്കെ, റോട്ടം ഫ്ലഷ് ഒരു ഉപയോഗമില്ല. അത് നമുക്ക് ജസ്റ്റ് ഇതിനായിട്ട് ഉപയോഗിക്കാം, തിന്നാനായിട്ട് ഉപയോഗിക്കാം. സോംബികൾ മരിച്ചവരായതുകൊണ്ട് അവരുടെ റോട്ടനാണ്, എന്ന് വെച്ചാൽ അഴുക്കായത് അളിഞ്ഞു പൊളിഞ്ഞത്. മറ്റൊരാൾക്ക് അങ്ങനെയും പറയാം. അങ്ങനെ അളിഞ്ഞു പൊളിഞ്ഞത്. ഓക്കെ, കേസ് എന്ന് വെച്ചാൽ മറ്റേ പ്ലേറ്റ്സിൻ്റെ എന്തോ കാരണം കൊണ്ട് ഭൂമിയിലുണ്ടാകുന്ന ചെറിയ പോക്ക് അത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാറ്റലിസ്റ്റ് XP വലിച്ചെടുക്കുമ്പോഴാണ് ഇതാവുന്നതാണ്. അപ്പോൾ ദെൻ വാട്ട് ഹാപ്പൻഡ് എന്ന് പറയും. പിന്നെ ഈയിടെ വന്നതായിരുന്നു മറ്റേ നീലക്കുയിലും മറ്റേ ഒറ്റയ്ക്ക് നടന്ന പെങ്കിലും. ചിലപ്പോൾ മൂത്രയ്ക്കും പിടിച്ച് മലയാളം കൊണ്ടൊക്കെ റെസ്റ്റോറൻറ്റ് വരച്ച് അതിനെൻ്റെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. കാരണം സുധിയണ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം അഡിക്റ്റ് ആവുന്നുണ്ട്. പിന്നെ സുധിയണ്ണൻ ഒരു വീഡിയോയിൽ പ്രത്യേകം കാണിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം അഡിക്ഷനെ കുറിച്ചും ടിക്ടോക്ക് അഡിക്ഷനെ കുറിച്ചൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. ടച്ച് പോയി ഗൈസ് എന്ന് പറഞ്ഞാൽ 7 ഉള്ളൂ ടച്ച്. ഞാൻ സീക്വൻസ് വിട്ട് നേരെ കുഴിച്ചോട്ടെ. ഒരെണ്ണം കെട്ടി. ഇപ്പം ഇതുള്ളതുകൊണ്ട് എൻ്റെ ടച്ച് പോയാലും വലിയ സീനില്ല. കാസ് എനിക്കറിയാലോ, അതുള്ളതുകൊണ്ട് അകത്ത് കയറി എടുക്കണ്ട. പിന്നെ ഇതിൽ ചിലപ്പോൾ ടച്ച് വന്നാൽ ഒന്ന് തൊട്ട് നിൽക്കണം. എന്ന് വെച്ചാൽ കൈ എടുക്കാതെ നിന്നാൽ ടച്ച് പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുനിഞ്ഞുകൊണ്ട് ഓരോന്ന് വെക്കുന്നേ, മനസ്സിലായല്ലോ. പിന്നെ പാമണേറ്റിയും പോയായിരുന്നു മൈൻക്രാഫ്റ്റ് ലൈവില്. പുള്ളി പോയച്ച് അവരുമായിട്ട് ഗെയിം കളിച്ച്, സൾഫർ ക്യൂബിനെ വെച്ചിട്ടുള്ള ഒരു ഗെയിം കളിച്ചു. കിടുവാണ്. പിന്നെ കാമണേറ്റിൻ്റെ ഒരു വീഡിയോ പറയുന്നുണ്ട്, ബെഡ് റോക്കിലെ സ്ലാബാണ് നല്ല ലാഭമാണ് കത്തിക്കുമ്പോഴാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, സ്ലാബ് സെപ്റ്റി ടാങ്കിൻ്റെ മണ്ടക്കിടും. പിന്നെന്തോ, പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു കഴുത. ഞാൻ ഇവിടെ ഒരു ഷോർട്ട് ഉണ്ടായിരുന്നു, ഒരു കഴുത. ഒരു പുള്ളിക്കാരനാണ്, അതെൻ്റെ ഒരു പുള്ളിക്കാരൻ, ഒരു മകൻ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്നു. എന്നിട്ട് പുള്ളിക്കാരനാണ് കൂടെ നടന്നുപോയി ഇങ്ങനെ. അപ്പോൾ ചുറ്റിയിരുന്ന ആൾക്കാർ പറഞ്ഞു ആ കുട്ടിക്ക് ഇത് മുതിർന്നവരോട് റെസ്പെക്റ്റ് ഇല്ലെന്ന്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കയറിയിരുന്നു. എന്നിട്ട് കൊച്ചിനെ നടത്തിപ്പിച്ചു. അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു ആ കൊച്ചിനെ ദ്രോഹിക്കുവായിരുന്നു. അന്നേരം അത് തന്നെ ഇവർ 2 പേരും കയറിയിരുന്നു.
അന്നേരം ഇവർ പറഞ്ഞു ഇവർ ഈ കഴുതയെ ദ്രോഹിക്കുന്നു. അത് കഴിഞ്ഞേച്ച് ഇതിൻ്റെ മണ്ടയ്ക്ക് 2 പേരും ഇറങ്ങി നടക്കണം. അന്നേരം ഞങ്ങൾ എല്ലാം കഴിഞ്ഞു. അന്നേരം പറയാം പിന്നെ എന്തോത്തിനാ കഴുതയെന്ന് നാട്ടുകാർ. പിന്നെ അവസാനം പിന്നെ ഒരു ഗുണപാഠം പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുക എന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യം ശരിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു തീർത്തു. പിന്നെന്തുവാ, ഞാൻ നേരത്തെ കണ്ടൊരു ഫാക്ടറിയാണ്, റിയലാണോ അല്ലയോ എന്നറിയത്തില്ല. മറ്റേ കോഴിയെ മണ്ണിലോട്ട് ഇങ്ങനെ വെച്ച് ഒരു വര വെച്ച് അത് സ്റ്റാച്ചുവിൽ നിൽക്കുമെന്നും എനിക്കറിയത്തില്ല. അങ്ങനല്ല, എനിക്കറിയത്തില്ല. അയണെന്ന് വെച്ചാൽ അയണൊക്കെ വേണം. അയണിനൊരു പ്രത്യേകതയുണ്ട്. അയൺ എന്തുവാ റിയൽ ലൈഫിലുണ്ട്, പിന്നെ ലോഡ് സ്റ്റോണും റിയൽ ലൈഫിലുണ്ട്. അതാ ഞാൻ എന്നെ ക്ലാസ് പഠിപ്പിച്ചായിരുന്നു ഫിസിക്സിൻ്റെ അകത്ത്. ലോഡ് സ്റ്റോൺ എന്തോ മാഗ്നീഷ്യ എന്ന് പറഞ്ഞൊരു ലാൻഡിലെ ആൾക്കാർ കണ്ടുപിടിച്ചൊരു കല്ലാണ്. ആ കല്ലിൽ മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞൊരു മറ്റൊരു കൂട്ടത്തെ ഒരു മിനറലുണ്ട്. അതിൻ്റെ കഴിവ് കാരണം അത് മാഗ്നറ്റാണ്. മാഗ്നറ്റിൻ്റെ എബിലിറ്റീസും ഉണ്ട് അതിന്. പിന്നെന്തുവാ, പശു ഇതേ ഗോമാതാവ്. പിന്നെ സോളോ വൈനറിൻ്റെ രീതി പറയുകയാണെങ്കിൽ അമ്മണിക്കുട്ടി, അത് ലക്ഷ്മിക്കുട്ടി. സോളോ വൈനർ ഈയിടെ ഒരു വീഡിയോ ഇട്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. ഇത് കാണുന്നവർ ചെക്ക് ചെയ്യുക, കാണാത്തവർ ചെക്ക് ചെയ്യേണ്ട, കാരണം ഇതിലാരും കാണാൻ പോകുന്നില്ല. N-word ചെറുക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ. എന്ത് ചെയ്യണം, ഞങ്ങൾ പോയാൽ. പിന്നെ ഞാൻ ഒരു ജാവ അതുകൊണ്ട് അന്നേരം ഈ ഇങ്ങനെ മോബ്സൊന്നും സ്വാഗതം അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് കൊന്നുകൊന്നിരിക്കുക. കാര്യം ഇപ്പോൾ അതിൻ്റെ അകത്ത് അത്ര മോബ്സ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഞാനിങ്ങനെ ഇപ്പോൾ ഈ കോഴിയെ കൊന്ന് ഞാനിപ്പോൾ പ്രാഗ് വാങ്ങിക്കൊട്ടേനെ. വൈദ്യുതി അക്കേഷ്യയിൽ സ്നോ കളത്തെ സ്പോൺ ചെയ്യിപ്പിച്ചാലും കിളിപ്പിച്ച് മറ്റേ സ്നോ ബ്ലോക്ക് വെച്ച് വരുത്തിയാലും അത് ചത്തുപോകും. ചൂടുകളുണ്ട്. പിന്നെന്താ പറയുക, ഇതുപോലെ ഒരെണ്ണം സ്റ്റീപ്സ് ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടൊരു സംഭവമുണ്ട്. അതെന്ന് വെച്ചാൽ പ്ലേറ്റ് കാരണം ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ ആയതാണ്. പിന്നെ ജാവയ്ക്കകത്ത് ഇങ്ങനെ ഗ്രാസിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ അടിക്കാൻ പറ്റത്തില്ല, കാരണം റൈറ്റ് കാരണം ഇത് പൊട്ടത്തേ ഉള്ളൂ. ഞാൻ കണ്ട വെമ്പു അങ്ങാണ്ട് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കും. വെമ്പുവിനെ അറിയാമെങ്കിലും എല്ലാം നോക്കാം. വെമ്പു, പാരറ്റ്, ഫ്ലെയിം ഫ്രാക്സ്, ഇവരൊക്കെ മറ്റേ എന്തോ ഇതായിരുന്നു, എന്തോ ഒരു MC സെർവർ ഉണ്ട്. രണ്ടും അല്ല, ആ സെർവറിൻ്റെ പേര് ലൈഫ് സ്റ്റൈൽ SMB കൂട്ടത്തൊരു സെർവറാണ്, അതെനിക്കറിയാം. ഡ്രീം SMB അല്ല, ബ്രദർ ഓൾവേസ് ബെസ്റ്റ്. അതിൻ്റെ മൈക്ക് പോയി ഇവിടെ എനിക്ക് ക്ലീൻ ആക്കണം. ഇവിടെ ഒരു വീട് പണിയാണ്. ഞാനൊരു ബെഡ്വാർ ടൈപ്പ് പുള്ളിയാണ്. പക്ഷേ ഫോണിനെന്ന് പറഞ്ഞാൽ ഞാൻ ന്യൂവാണ്. ബഡ്ജറ്റ് പിന്നെ എൻ്റെ അറിവ് വെച്ച് നോക്കുവാണെങ്കിൽ ഞാനൊരു 7 വർഷമായി മൈൻക്രാഫ്റ്റ് കളിക്കുന്നു. അങ്ങനെ അറിയാം. സുധി അങ്ങനെ 2 വർഷമായിട്ട് അറിയായിരിക്കും. പിന്നെ ആരാ സോളോ വിനർ സുധി. ക്യുഫിയെ ഇപ്പോൾ കാണാനേ ഇല്ല. പുള്ളി നേരത്തെയൊക്കെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. ഇപ്പോൾ പുള്ളിയുടെ വീഡിയോ ഒന്നും കാണുന്നില്ല. ക്യുഫി. സോളോ വൈനറിൻ്റെ പേരും എൻ്റെ ചേട്ടൻ്റെ പേരും സെയിമാണ്. ഇവിടെ പറഞ്ഞ ഇതിൻ്റെ മൈക്ക് അടിച്ചു പോയാൽ ഞാൻ പെടും, കാരണം ഞാൻ കുറേ സംസാരിച്ചു. ഇതിനായിട്ട് ഞാൻ ആദ്യം വീഡിയോയിലൊന്നും സംസാരിക്കാത്ത ആളാണ്. എന്നെന്തോ ഭാഗ്യത്തിന് സംസാരിച്ച് ഇതിനെ ഫസ്റ്റിലത്തെ ഇതൊന്നും ലാഗാണ്, കാരണം ഞാൻ ഇതിൻ്റെ തന്നെ റെക്കോർഡിങ് എടുത്ത് വെച്ചാൽ റെക്കോർഡ് ചെയ്തു. മുടിഞ്ഞ ലാഗാണ്. നിങ്ങൾക്ക് ഇൻട്രോ ഞാൻ ഒന്നുകൂടെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ എക്സ്ട്രാ കൗണ്ടർ എടുത്ത് ഇതാക്കി അപ്പോൾ ലാഗ് പോയി. ഡിസ്കൾട്ടാണ് അതായിട്ടൊരു ഫൈറ്റ്. പിന്നെ സ്കെലിട്ടൺ അനാട്ടമി പഠിക്കാം.
എന്നെ പേടിച്ചു കണ്ടോ എൻ്റെ പവർ കണ്ടോ. എനിക്ക് വീട് പണിയാൻ അറിയത്തില്ല, അതുകൊണ്ട് തട്ടിച്ചിട്ടൊരു വീട് പണി നോക്കാം. അതിൻ്റെ നേരത്തെ വീഡിയോ ഇതൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കാരണം ആയാലും നമുക്ക് അയണൊക്കെ എടുക്കാൻ പോകണം. ടച്ചുണ്ട്, ഈ അയണം എടുക്കാം. ആദ്യം കോള് വേണം, ടോർച്ച് ഉണ്ടാക്കണം. കോള് വലിയ പണിയാണ്, കിട്ടാൻ വേണം. ഇവിടെ നല്ല കേവുമില്ല. ഇവിടെ അർമഡില്ല. പിന്നെന്തോ സൾഫർ ക്യൂബിൻ്റെ അകത്ത് ബ്ലോക്ക് വെക്കാം. അത് അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണം. വൈ എനിക്കൊരു നല്ലൊരു വീഡിയോ ആകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവഴി ഇതല്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വരും. ഇത് മുടിഞ്ഞ് പാടാം. അടുത്ത വീഡിയോയിൽ വരുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരിക്കും സംഭവങ്ങൾ. കാരണം എനിക്കറിയാം, ഞാൻ ഓഫ് ക്യാമറ കുറച്ച് പണിയൊക്കെ ചെയ്യും. നിങ്ങൾ അത് കണ്ട് എന്നെ ഒന്നും പറയില്ല. പറ്റാം.